പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കും. पवित्र आत्मा की इच्छा के लिए मैं अपने आप को समर्पित करता हूँ. ഈ സെഷൻ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. मुझे नहीं पता कि ये सेशन कैसे आगे बढ़ेगा. ചോദിക്കുക. मैं आपसे पूछ रहा हूँ, ഈ മാസം ജീവനോടിരിക്കാൻ, ഈ മാസം നമുക്ക് ലഭിക്കാൻ എന്നോ യോഗ്യത നമുക്കുണ്ട്. ये महीने हमें मिले इसकी हमें क्या योग्यता है? നമ്മൾ യൂസ്ഫുൾ ഒന്നും അല്ലായിരുന്നു. ഈ മാസം हम ऐसे യൂസ്ഫുൾ അല്ല. हम इतने उपयोगी नहीं थे. നമ്മുടെ വീടിന് നമ്മൾ യൂസ്ഫുൾ ആയിരുന്നു, കാശുണ്ടാക്കാൻ നമ്മൾ കൊള്ളായിരുന്നു. हम शायद घर के लिए उपयोगी थे, काम कर कर पैसे कमाने के लिए. ചിലപ്പോൾ കമ്പനിക്കാർക്ക് നമ്മൾ പ്രയോജനമായിരുന്നു. कंपनी वाले हमें उपयोगी बोलते रहेंगे क्योंकि हम उनके लिए काम कर रहे थे. ദൈവരാജ്യത്തിന് എത്ര യൂസ്ഫുൾ ആയിരുന്നു നമ്മൾ. पर हम परमेश्वर के राज्य के लिए कितने उपयोगी थे ये क्या पता. ഒറ്റ കാര്യം ചോദിക്കും, ഈ മാസത്തിൽ ഒരാളെ ദൈവസന്നിധി കൊണ്ടുവരാൻ നമുക്ക് പറ്റിയോ? इस महीने क्या हम किसी को परमेश्वर की उपस्थिति में ले आ पाए? പറ്റിയോ? നമ്മളെ പണ്ട് ആരോ ഒരാൾ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. देखिए, पहले हमें कोई ऐसा व्यक्ति था जो हमें कलीसिया ला पाया, इसलिए आज हम यहाँ बैठे हैं. ആമേൻ. ഈ മാസത്തിൽ ആരോ ഒരാൾ ദൈവരാജ്യത്തിനകത്ത് ദൈവസഭയ്ക്കകത്ത് കയറേണ്ട ആളാണ്. ആ ആളെ കൊണ്ടുവരേണ്ടത് നമ്മളായിരുന്നു, നമ്മളത് ചെയ്തിട്ടില്ല. इस महीने ऐसे भी लोग थे जो आने चाहिए थे और शायद वो जिम्मेदारी हमारे ऊपर थी पर हमने वो नहीं की. ആമേൻ. നമ്മൾ ഈ ബോംബെ പട്ടണത്തിൽ നടക്കുന്ന ഒരു കൺസേർട്ടിനോ അല്ലെങ്കിൽ ഒരു കോൺഫറൻസിനോ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പോലെ നമ്മൾ ഇന്ന് മാസം നമ്മുടെ ചർച്ചിൽ വന്ന്, जैसे मुंबई नगरी में कोई मीटिंग, कॉन्फ्रेंस या कॉन्सर्ट होता है तब हम कैसे जाते हैं, वैसे ही हम कलीसिया में भी आते हैं. ഞാൻ പറഞ്ഞത് ശരിയാണോ? കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമ്മൾ യൂസ്ഫുൾ അല്ലായിരുന്നു. इसलिए मैंने कहा कि हम उपयोगी नहीं थे. ബട്ട് ഇതറിയാമായിട്ടും നമ്മൾ എന്തോ ഡിമാൻഡില്ല കർത്താവിനോട് വിടുതലുകളൊക്കെ ചോദിച്ച്. पर इसके बावजूद भी हम बहुत हक से परमेश्वर के पास जाकर छुटकारों की मांग रखते हैं. നമ്മൾ പറയും യേശു എൻ്റെ അപ്പനാ, हम बोलते हैं कि यीशु हमारा पिता है, എൻ്റെ മണവാളനാ. हमारा दूल्हा है. അത് നമ്മുടെ കാര്യം സാധിക്കാനാണ് നമ്മൾ ഈ പറയുന്നത്. वो हम इसलिए बोलते हैं क्योंकि हमें हमारे बातों को कैसे भी मनवाना है. യേശു നമ്മുടെ അപ്പനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ബന്ധമില്ലേ? हाँ, यीशु अगर हमारा पिता है तो हमारा भी कोई रिश्ता बनता है कि नहीं उससे. അവിടുന്ന് ഇങ്ങോട്ട് മാത്രമല്ലല്ലോ ബന്ധം. ये ऐसा रिश्ता नहीं जो एक तरफा है. അവിടുന്ന് ഇങ്ങോട്ടുള്ള ബന്ധത്തിൽ കിട്ടേണ്ട എല്ലാം കിട്ടി. पिता से जो मिलना था वो मिल गया, എല്ലാം കിട്ടി. सब कुछ मिल गया, അർഹിച്ചതിലധികം കിട്ടി. योग्यता से ऊपर ही मिला है. അതിൽ ഏറ്റവും വലുതാണ് നമ്മുടെ ജീവൻ. और वो उसमें से सबसे बड़ी भेंट है हमारी जीवन. ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ലാത്ത നമ്മൾക്ക് ഈ മാസം ജീവിക്കാനുള്ള അവകാശം തന്നു. जिस जीवन जीवित रहने की योग्यता हमारे अंदर नहीं, हमको इस महीने जीवित रखा. ഒരു മിനിറ്റ് പോലും അവൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ട് മാറിയില്ല. एक मिनट भी उसने उसकी उपस्थिति हमसे हटाई नहीं. ശരിയാണോ? सच है. അപ്പൊ കർത്താവ് നമ്മളെ വിട്ട് മാറിയില്ല तो परमेश्वर ने हमें त्यागा नहीं. അല്ലേ? നമ്മൾ എത്ര സൺഡേ ആരാധനയ്ക്ക് വരായിരുന്നു? पर इस साल में कितनी ऐसे रविवार थे जब हम कलीसिया में पैर ही नहीं रखे. നിസ്സാര കാരണത്താൽ. और कारण जो है वो बहुत ही ഒന്ന് मामूली വീട്ടിൽ होता है. ഗസ്റ്റ് ഉണ്ട്, या तो मेहमान है, അല്ലെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യണം, पर यात्रा करनी है. അല്ലെങ്കിൽ ഞായറാഴ്ച ഉള്ളൂ ഫ്രീ, അതുകൊണ്ടൊന്ന് ലെഷർ ടൈമിന് പോകണം. देखो, रविवार ही हमें एक समय मिलता है तो थोड़ा मजाक का, थोड़ा आराम का भी समय ഞാൻ चाहिए. ആരെയും കുറ്റം പറയല്ല, ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. मैं आपके ऊपर दोष नहीं दे रहा हूँ, मैं जानता हूँ कि आपको शायद पसंद ना आए, പക്ഷേ ദൈവം അങ്ങനെ വിചാരിച്ചോ पर यीशु ഒരു मसीह സൺഡേ ഞാൻ അങ്ങ് പോവാം? यीशु मसीह ऐसे कभी नहीं सोचता कि ठीक है ये एक संडे मैं आराम लेता हूँ, मैं नहीं जाऊँगा, ഞാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ല. एक दिन मैं आपके घर नहीं आऊँगा. ആ അവസ്ഥയൊന്ന് ഓർത്തേ. सोचिए ऐसा एक कोई दिन हो तो क्या अवस्था हो जाए. കർത്താവ് സൈലന്റ് ആയാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. अगर वो चुप बैठे बात नहीं करे तो ही हमें दर्द महसूस होता है. അപ്പൊ കർത്താവ് വരാതിരുന്നാലോ? तो अगर वो आए ही नहीं तो. എനിക്ക് ഈ ബൈബിൾ പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം,
जब मैं ये वचन पढ़ता हूँ तो मुझे एक चीज़ समझ में आती है, എല്ലാം സ്മൂത്തായിരിക്കുമ്പോൾ അവിടെയുള്ള പ്രസൻസും എല്ലാം എതിരായിരിക്കുമ്പോൾ അവിടെയുള്ള പ്രസൻസും ഡിഫറെൻ്റാണ്. जब सब कुछ आराम से चलता हो और तभी जो उपस्थिति होती है, और जब समस्या होती है तभी जो उपस्थिति होती है, दोनों में बहुत फर्क है. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ അവിടുത്തെ പ്രസൻസ് നോർമലാണ്. जब सब कुछ आराम होता है तो उपस्थिति जो होती है वो एक साधारण तरीके से चलती है. പക്ഷേ ഫുൾ പ്രതിസന്ധിയുടെ നടുവിൽ ആ പ്രസൻസ് സിമ്പിൾ അല്ല, അത് ഹെവിയാണ്. पर जब हम कोई कठिन परिस्थिति में होती है तो वो एक साधारण रूप में नहीं, वो केवल बहुत सामर्थ्य रूप में हमारे तक पहुंचती है. നിങ്ങൾക്ക് അറിയാവുന്നതിനകത്തുനിന്ന് തന്നെ അത് തെളിയിക്കാം. आपको समझ में आए वैसे बताता हूँ. ദാനിയേലിനെ, ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ ഇവർക്ക് ദൈവസാന്നിധ്യം ഇല്ലാത്തവരല്ല, സാന്നിധ്യം ഉള്ളവരാ. दानियल, शद्रक, मेशक, अबेदनगो, ये जो 4 बच्चे थे उनके पास परमेश्वर की उपस्थिति थी. അവര് ദൈവത്തെ അറിയാം, അവർക്ക് वो परमेश्वर को जानते അവര് थे, ഫ്രണ്ടാ. वो परमेश्वर के मित्र समान थे. പക്ഷെ തീച്ചൂളയിൽ അങ്ങനല്ല കർത്താവ് വന്നു. लेकिन जब वो आग में गिरे तब वो दोस्त के समान नहीं वहां അപ്പൊ आया. കർത്താവ് പറഞ്ഞു, तब परमेश्वर ने कहा, നിങ്ങളല്ല ആദ്യം പോട്ടെ, ഞാനാ വരണം. तुम पहले आग में मत जाओ, मुझे जाने दो. അപ്പൊ പ്രോബ്ലത്തിൽ നീയല്ല ആദ്യം പോയത്, കർത്താവാ तो പോയത്. समस्या में पहले तू नहीं गया, उसके पहले परमेश्वर ने वहां कदम रखा. അതുകൊണ്ടാണ് ആ പ്രോബ്ലം നിനക്ക് തന്നെ. इसीलिए वो समस्या को तुझे सौंपी गई. എത്ര പേർക്ക് പിടികിട്ടിയെന്ന് അറിയത്തില്ല. कितने लोग समझे में नहीं जानता. അതിനകത്ത് കർത്താവ് ഉള്ളത് കൊണ്ടാണ് നിനക്ക് തന്നെ, അല്ലെ उस തരത്തില്ല. समस्या के अंदर परमेश्वर Yes. मौजूद था, इसलिए तुझे सौंपा, वरना नहीं सौंपता तुझे. ആമേൻ, ആമേൻ. അത് മരിക്കുന്ന തീയാണെങ്കിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ വിടത്തില്ല. अगर वो आग मृत्यु की आग होती तो परमेश्वर दानियल और उसके दोस्तों को उसमें गिरने नहीं देता. ആമേൻ. എടാ, നിന്നെ അടിമയായിട്ട് അങ്ങോട്ട് വിട്ടത് അവിടുത്തെ തീക്കകത്ത് ചാകാനല്ല. दानियल, तुझे मुझे मैंने दास के रूप में वहां ए! आग में मरने के लिए नहीं भेजा. പകരം ആ തീ അവിടെ വെച്ചേക്കുന്നത് നിന്നെ യജമാനനാക്കാനാ. मैंने वो आग वहां इसलिए रखा है ताकि तू उस देश का प्रभु बन जाए. ഒരു തീ ഇല്ലെങ്കിൽ നിനക്ക് യജമാനനാകാൻ പറ്റത്തില്ല. ആയുസ് മുഴുവനും നീ അടിമയായിട്ടിരിക്കും. अगर ये आग की अवस्था Yes. ना हो तो तू प्रभु नहीं बन सकता, जिंदगी भर दास ही बनता रहेगा. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ रहे हैं? നിന്റെ വീട്ടിൽ നിന്നെ ഒറ്റപ്പെടുത്തിയത് അവിടുത്തെ ഒരു ഓർഡിനറി മെമ്പറായിട്ട് ഇരിക്കാനല്ല, അവിടുത്തെ ഭരണം നിന്റെ കയ്യിൽ തരാനാ. तुझे परिवार में अकेलापन इसलिए महसूस करवाया ताकि तू वहां का एक साधारण सदस्य ना बने, ए! वहां का प्रभु बन जाए. ആമേൻ. അവിടുത്തെ നിയന്ത്രണം നിന്റെ കയ്യിൽ തരാൻ, वहां का नियंत्रण तेरे हाथ में सौंपे, അവിടുത്തെ ഭരണം നിന്റെ കയ്യിൽ തരാൻ. वहां का जो राज है वो तुझे सौंपे. ആമേൻ, ആമേൻ. This is not a preaching, this is a prophecy. मैं प्रचार नहीं कर रहा, मैं आपसे नबूवत कर रहा हूं. ये അടരബ ഹസാന്തരാദിയ. നീ ആ വീട്ടിൽ ജോലി ചെയ്ത് ശമ്പളം കൊണ്ട് കൊടുക്കുന്ന ഒരാളായിട്ട് ഇരിക്കുന്നതല്ല എൻ്റെ ദൈവത്തിന് ഇഷ്ടം. मेरी परमेश्वर की हित ये नहीं कि उस परिवार में काम करके पगार दे, बस उसी लिए तुझे चुना है. നിന്റെ പണമാണ് അവർക്ക് വേണ്ടത്. शायद उनको तेरी तनख्वाह പക്ഷെ चाहिए, അവരുടെ ഭരണമാണ് ദൈവം നിന്നിൽ കൂടെ पर ആഗ്രഹിക്കുന്നത്. परमेश्वर की इच्छा ये है कि वहां पे तू राज करे. അവരുടെ വിശ്വാസത്തെ തളർത്തുന്ന മണ്ഡലങ്ങളെ നീ ഭരിക്കണം. उनके विश्वास को जो कमजोर करने वाले मंडल है, उस मंडलों पर तुझे राज करना है. അവരുടെ വിശ്വാസത്തെ ചതിയാക്കി മാറ്റുന്ന പിശാചിന്റെ തന്ത്രത്തെ പൊളിക്കുന്ന ഒരു അഭിഷേകനായി നീ മാറണം. उनके विश्वास को धोखे में बदलने वाले सारे धोखे को तुझे तोड़कर उस पर राज करना है. ഈ മാസത്തിൽ അത് നടക്കണം. इस महीने में वही होना है. നീ അവിടുന്ന് ഒരു ഭരണത്തിലേക്ക് കയറാൻ. तू उस परिवार में एक राज के स्तर पर पहुंच जा. അത് ഓഫീസിലാണെങ്കിലും वो ऑफिस होने दो, വീട്ടിലാണെങ്കിലും वो घर में होने दो, ഭരണം നിന്റെ കയ്യിൽ. राज तेरे हाथ में. അടരബ ഹസാന്തര അടകതന പ്രൗഢ ബാബ ബാബ അടകതന ഘടകസിയാദന. ആമേൻ.
ആമേ. ഈ മാസം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായി. देखिए ये महीने हमारे विश्वास के विरुद्ध कई सवाल उठाए गए. അല്ലേ? ശരീരത്തിൽ വന്ന അസ്വസ്ഥതകൾ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. शरीर में जो अस्वस्थता आई वो हम विश्वास के विरुद्ध चिन्ह बन गए. നമ്മൾക്കുണ്ടായ ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. आर्थिक परेशानियां जो आई वो भी हमारे विश्वास के बारे में चीजें पूछ रहे थे. കേട്ട വാഗ്ദത്തങ്ങളെക്കാൾ വിരുദ്ധമായി കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അത് വിശ്വാസത്തെ ചോദ്യം ചെയ്തു. जब सुनी इतनी सारी वाणियां सुनी पर जीवन में उल्टा ही हो रहा है तो विश्वास के विरुद्ध सवाल उठाए गए. അത് നമ്മളെ വലിച്ചോണ്ട് ഒരു തീക്കകത്തോട്ട് പോവാ. और ये सारे सवाल हमें खींचकर एक अग्नि की ओर लेकर जा रही थी. അദ്ദേഹം വെക്കാത്ത ഒരു വർഷത്തിലല്ല നീ കാല് വെച്ച്. तू एक ऐसे साल में नहीं जिस साल में परमेश्वर ने कदम नहीं रखा. നീ വെക്കുന്നതിന് മുമ്പ് ആ വർഷം കർത്താവ് വെച്ചു. तू पहुंचने से पहले ही उसने कदम रख दिया था. സംശയമുണ്ടോ? शक है क्या? സംശയമുണ്ടോ? ഉണ്ടോ? शक है? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? नहीं है शक तो क्यों? എനിക്ക് മുമ്പ് കർത്താവ് ആ വർഷം കാലു വെച്ചു എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? आप कैसे बोल सकते हो कि मेरे पहले इस साल में परमेश्वर ने कदम रखा? എങ്ങനെ പറയാൻ പറ്റും? कैसे बोल सकते हैं? സിമ്പിൾ ഒരു കാര്യം ഞാൻ പറയാം. एक साधारण चीज बताता हूँ. യേശു കാൽവരി കയറുമ്പോൾ നീ ഉണ്ടോ? यीशु मसीह जब कलवरी में चढ़ा तो क्या तू जीवित था? ഉണ്ടോ? था? നിങ്ങൾ ആരെങ്കിലും ജീവനോടുണ്ടോ? आप में से कोई था वहां पर? പക്ഷെ നിങ്ങളും യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. पर वचन इस प्रकार कहता है कि आप भी यीशु के साथ क्रूसित हुए. You were crucified with him. അപ്പോ നീ എന്നാണോ യേശുവിനെ കണ്ടുമുട്ടിയേ ആ വർഷത്തിൽ യേശു അന്ന് നടന്നു. तो जिस साल तू यीशु मसीह को पा लिया उस साल ही परमेश्वर तेरे लिए चलने लगा. കർത്താവ് എന്താ പറഞ്ഞേ? അമ്മയുടെ ഉദരത്തിനകത്ത് പിണ്ണാകാരമാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. वचन कहता है कि माँ के गर्भ में आने से पहले मैंने तुझे देख लिया था. ആമേ ആമേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? आमीन. അബ്രഹാമിനോട് പറയുക, इब्राहिम से कहता है ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ മക്കളെ തരും. मैं तुझे आकाश के तारों के समान बच्चे दूंगा. അതിൽ ഒരു നക്ഷത്രം ഞാനായിരുന്നു. उसमें से एक तारा मैं था. 2000 കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ജനിച്ചത്. अब्राहम से बात करने के बाद कितने हजार सालों बाद मेरा जन्म ആ! हुआ. അന്ന് ഡോംബിലി കൂടെ നടക്കുന്നത്. तभी मैं डोमिली में चल रहा था. ഓ! या लाखी माना दिया लबा. നീ 2025 നടക്കുന്ന കർത്താവ് നേരത്തെ നടന്നു കഴിഞ്ഞു. तू 2025 में चलने वाला वो परमेश्वर पहले ही चल चुका है. അതുകൊണ്ട് ധൈര്യത്തോടെ പറ, इसलिए धैर्य के साथ बोल. 2025 ഞാൻ മരിക്കത്തില്ല. 2025 में मैं मरूंगा नहीं. ഞാൻ തളർന്ന് കിടക്കത്തില്ല. मैं निराश होकर पड़ूंगा नहीं. തളർന്ന് കിടക്കത്തില്ല. मैं कमजोर नहीं होगा. ആമേൻ. എന്റെ തല കുനിയത്തില്ല. मेरा सर झुकेगा नहीं. ഞാൻ തോൽക്കത്തില്ല. मैं हारूंगा नहीं. കാരണം എനിക്ക് മുമ്പേ क्योंकि मुझसे पहले എന്റെ അപ്പൻ നടന്നു കഴിഞ്ഞു. मेरा पिता चलकर उसको खत्म कर चुका है. അവൻ നടന്നതുകൊണ്ട് क्योंकि वो चला मेरे से पहले. 2025 എനിക്ക് തരുന്നത് 2025 वो मुझे देगा. ശിഖാദന പ്രൗഢ അദരബഹസന്ദ. I will go before you. ഈ പിശാചിന് 2025 നടക്കണമെങ്കിൽ 2025 ഉണ്ടാകണം. देखिए अगर शैतान को अगर 2025 में कुछ करना है तो उसको 2025 होने का इंतजार करना पड़ेगा. പക്ഷെ യേശുവിന് അത് വേണ്ട. हाँ पर यीशु को वो नहीं चाहिए. യേശു Isaiah 45:2. BC-യിൽ ഇരുന്നുകൊണ്ട് AD 2025 പ്ലാൻ ചെയ്യും. हाँ मेरा यीशु मसीह BC में बैठकर ही AD 2025 की प्लानिंग कर चुका है. 45:2. തരബഹസൻ. എന്റെ 32 ഏജ് ഉണ്ടായെങ്കിൽ പിശാചിന് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ അമ്മയുടെ ഉദരത്തിന് ആ മുമ്പേ എന്റെ 32 പ്ലാൻ ചെയ്യുന്നവനാ ദൈവം. जब तक मैं 32 का नहीं होता तब तक मेरे 32 साल की उम्र की प्लानिंग शैतान नहीं कर सकता. पर मेरे जन्म से पहले ही यीशु मसीह ने वो कर दिया. आमीन.
आमेन आमेन യാ നോക്ക്, ഞാൻ നിനക്ക് മുമ്പായിട്ട് പോവും, ദുർഘടങ്ങളെ നിരപ്പാക്കും, ഇരുമ്പോടമ്പലുകളെ തകർക്കും. तेरी सेनाएं आगे बढ़ेगी और मैं तेरे आगे चलूंगा. मैं पर्वतों को समतल कर दूंगा. मैं कासे के नगर द्वारों को तोड़ डालूंगा. मैं द्वार पर लगी लोहे की आंगल को काट डालूंगा. നീ ചെല്ലുമ്പോൾ ഇരുമ്പോടമ്പൽ അവിടെ കാണുമെന്നല്ല, ഞാൻ മുമ്പ് പോകുമ്പോൾ അത് അവിടെ കാണും. പക്ഷെ നീ വരുമ്പോൾ അത് തകർന്നു वो കിടക്കുന്നു. बोल रहा है कि देखो जब मैं वहां पहुंचूंगा तुझसे पहले वह वहां लोहे की दरवाजे होंगी, मैं उसको काट डालूंगा. तो जब तक तू पहुंचेगा वहां वो लोहे की दरवाजे नहीं होंगे. നിനക്ക് ബന്ധനം ഉണ്ടെന്നല്ല പറഞ്ഞത്, ഉണ്ടായിരുന്നു. നീ അവിടെ എത്തുന്നതിന് മുമ്പ് देखिए आप ഞാൻ അവിടെ എത്തിയ നേരം आपके विरुद्ध शत्रु के बंधन नहीं थे, ऐसे नहीं बोला थे, पर तुझसे पहले मैं वहां पहुंचकर मैंने उसे तोड़ दिया. അപ്പം നീ ചെല്ലുന്നത് ബന്ധനത്തിനകത്തോട്ടല്ല, പൊളിഞ്ഞ ബന്ധനത്തിനകത്തോട്ട്. तो तू जब जा रहा है तो उसके तंत्र के अंदर नहीं जा रहा, ये जो तंत्र उसने तोड़े हैं वहां प्रवेश कर रहा है. നിനക്കൊരു യേശു ഉണ്ടെങ്കിൽ, നിനക്കൊരു യേശു अगर ഉണ്ടെങ്കിൽ, तेरा यीशु मसीह है, നിന്റെ അപ്പനാണ് അവനെങ്കിൽ, वो तेरा पिता है, നീയല്ല ആദ്യം പോകുന്നത്, तो तू पहले नहीं जाएगा, അപ്പൻ ആദ്യം പോകുന്നത്. पहले पिता जाएगा. आमीन. നീ ചെല്ലുമ്പോൾ പുതിയൊരു ചാപ്റ്റർ അവിടെ. जब तू पहुंचता है तो वो एक नया अध्याय है. അപ്പൻ ചെന്ന് ഓൾഡ് ചാപ്റ്റർ പൊളിക്കും. पिता तुझसे पहले जाकर पुराने अध्यायों को तोड़ खत्म कर देता है. അമ്മേ, അപ്പൻ അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞത്? എൻ്റെ മോൻ വന്ന ഇത് കാണണ്ട. पिता बोलता है जब मेरा बेटा यहाँ पहुंचे तो उसे ये कुछ नहीं दिखना चाहिए. അവൻ ഇവിടെ വന്ന് ടെൻഷൻ അടിക്കണ്ട, वो यहाँ आकर टेंशन ना ले, ഇവിടെ വന്ന് ഭയപ്പെടണ്ട, इधर आकर डरे ना, നിരാശപ്പെടണ്ട. निराश ना हो. അവൻ ഇവിടെ വരുമ്പോ തുള്ളിച്ചാടണം, वो जब यहाँ पहुंचेगा तो वो गीत गाए, नाचे, ജയത്തിന്റെ കൊടി പൊക്കണം. वो जय के झंडे को അതുകൊണ്ട് ഞാൻ लहराए. ആദ്യം പോവാ, इसलिए मैं आगे ഞാൻ जाऊंगा, ആദ്യം പോവാ. मैं आगे जाऊंगा. എനിക്ക് ചിലത് തകർക്കാനുണ്ട്, मुझे कुछ चीजों को तोड़ना എനിക്ക് है, ചിലത് മാറ്റി എഴുതാനുണ്ട്, मुझे कुछ चीजों को दोबारा लिखना എനിക്ക് है, ചിലതിന്റെ ഷേപ്പ് മാറ്റാനുണ്ട്, कुछ चीजों के रूप को ही बदलना എനിക്ക് है, ചില അറ്റ്മോസ്ഫിയർ कुछ മാറ്റാനുണ്ട്. वातावरण को ही बदलना അതുകൊണ്ട് है. അപ്പൻ മുന്നേ പോകുക, तो पिता पहले जाए, നീ പുറകെ വന്നാ മതി. बेटा पीछे जाए. നിനക്ക് മുമ്പ് അവൻ പോണം, तेरे पहले उसे जाना है, അവന്റെ കാല മുമ്പിൽ. उसके कदम पहले. ആമേൻ. അപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, मैं एक चीज जानता हूँ 2025 ഒരു ഓടാമ്പൽ അവിടെ ഉണ്ടായിരുന്നു. कि 2025 में एक लोहे की दरवाजा था वहां पर. അതെന്റെ അപ്പനെ അറിയൂ, वो मेरा पिता ही जानता था. പക്ഷെ ഞാൻ കാണാൻ പോവാ. मैं देखने वाला हूँ, ഓടാമ്പലല്ല കാണാൻ पर പോകുന്നത്, मैं उस लोहे के दरवाजे को नहीं देखूंगा, അത് പൊളിഞ്ഞു കിടക്കുന്ന കാണാൻ പോകുന്നത്. उस दरवाजा टूटा हुआ देखूंगा. എന്റെ വഴി അടച്ച, मेरा रास्ता बंद जिसने किया, എന്റെ മാർഗം തടഞ്ഞ, मेरे रास्ते को जिसने रोका, എന്റെ വാക്തത്വത്തിന് മതില് കെട്ടിയ मेरे वायदे के विरुद्ध जिसने दीवार बनाई, കയറാൻ പോവാ. पर मैं प्रवेश करने അതിന് वाला മുമ്പ് ഒരാൾ हूँ. കയറി, उसके पहले किसी ने അവൻ पैर ആ रखा, മതിൽ ഇടിച്ചു, उसने वो दीवार तोड़ ആ दी, വഴി തുറന്നു, उसने रास्ते ആ खोल दिए, മാർഗം ക്ലിയർ ആക്കി. उसने वो रास्ते को क्लियर कर ഞാൻ दिया. അതിലൂടെ നടക്കാൻ अब मैं പോകുന്നത്. उसके अंदर से चलूंगा. ആമേൻ, ആമേൻ. അപ്പം മാസം നീ കടന്നുപോയത് എൻ്റെ അപ്പച്ചൻ കടന്നുപോയിടത്തൂടാ. इस महीने तू जिस भी रास्ते से चला उसके पहले तेरा पिता चला था. നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുത, हम जब देखते हैं तो हमें महीने एकदम चमत्कार लगता है, കാരണം നമ്മൾ കണ്ടില്ല മുമ്പല്ല അപ്പം പോകുന്നത്, क्योंकि हमने देखा ही नहीं हमारे आगे कौन चल रहा था, പക്ഷെ നമ്മൾ വിടുതൽ കണ്ടു. पर हमने छुटकारा देखा. അതിൻ്റെ അർത്ഥം അപ്പം പോയി. उसका यही अर्थ है कि पिता हमसे पहले गया था. आमेन. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകും. ऐसा है तो हम एक चीज करने वाले हैं. നമ്മുടെ യോഗ്യതയോ നമ്മുടെ ദാസി പറഞ്ഞ പോലെ അഭിഷക്ത പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ നമ്മുടെ ഉപവാസത്തിൻ്റെ ദൈർഘ്യം കൊണ്ടോ ഒന്നുമല്ല ഈ മാസം നമ്മൾ ജീവിച്ചു. हम इस महीने हमारे प्रार्थना उपवास या आराधना की बढ़ाई के वजह से नहीं अल्लाह। जिए. അല്ലേ? ആന്നോ? हाँ क्या? എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ടാ, അല്ലെങ്കിൽ എൻ്റെ മിടുക്ക് കൊണ്ടാണ് ഞാൻ ജീവിച്ചതെന്ന്
ഉറപ്പുള്ളവർ. कितने लोगों को ऐसे लगता है कि नहीं मैं तो मेरे काबिलियत की वजह से यहाँ तक पहुँचा हूँ. അമ്മേ, നമ്മൾ അധ്വാനിച്ച് കിട്ടിയ ശമ്പളം കൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. हमारे जो तनख्वाह है क्या हम उसके वजह से जिंदा है. അങ്ങനെയുള്ള ഒരു റെസ്പോണ്ട് ചെയ്യണ്ട. ऐसे लोग अगर आपको लगे तो आप प्रतिक्रिया ना करें. ഒറ്റ കാര്യം, എൻ്റെ കർത്താവ് വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ്, मेरा അവൻ്റെ परमेश्वर കൃപയാല विश्वास ഞാൻ योग्य ഇതുവരെ था. ജീവിച്ചത്. उसकी कृपा में मैं जिया. അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് നിന്ന് ऐसे लोग खड़े रहे. നമ്മൾ എത്ര വലിയ ഉഴപ്പനായിട്ട് നമ്മുടെ വീട് എത്ര നല്ലതായിട്ടാ കർത്താവ് നോക്കി. हम कितने भी आलसी भरे क्यों ना हो फिर भी परमेश्वर ने हमारे घर को कितने अच्छे से देखा. നമ്മുടെ കയ്യിൽ ഇച്ചിരൊക്കെ കള്ളത്തരവും ഇതുമെല്ലാം പലതും നമ്മൾ മറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. थोड़ी चोरी थोड़ी मक्कारी थोड़ी छुपाना ये सब हमने किया है. ഇതൊന്നും കുത്തിപ്പൊക്കിയില്ല കർത്താവ്. परमेश्वर ने इस सब चीजों को बाहर नहीं लाया. പക്ഷേ നിന്റെ കുടുംബത്തെ അവൻ പട്ടിണി കിട്ടില്ല. पर उसने तेरे परिवार को भूखा नहीं रखा. കാക്ക വന്നു നിന്റെ വീട്ടിൽ, उसका कौवा उसने भेजा, നിന്റെ ഞെരുക്കം മാറ്റി. तेरे कमी गटी को हटाया. മാസത്തിന് നമ്മൾ അർഹരല്ല. इस महीने की योग्यता नहीं. താങ്ക് യു പറ ദൈവത്തോട്. धन्यवाद करे परमेश्वर से. ശേരിയ ഡോ റാബഹസെ So much for me. What shall I render? What Shall I render to Jehovah? For He has done so very much for me. Nara, 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 Nare kele, Nare kele mo, Nara, Nara. if I have you've done so much for me, I cannot. I cannot tell it all. तूने इतना कुछ किया है प्रभु कि मैं हर चीज का वर्णन नहीं कर सकता, सिर्फ धन्यवाद करता हूँ. If I had 10,000 10,000 जुबान क्यों न हो it still won't be फिर भी काफी नहीं, तेरा धन्यवाद करता हूँ. You have done so much for me. You are God. जय जयकार, जय जयकार, तूने मेरे लिए क्या कुछ ना किया. जय बाबा बाबा जय 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 जयकार, तूने मेरे लिए सब कुछ है किया. जय जयकार. जय जयकार, जय जयकार, तूने शबारी अदरा से क्या कुछ ना मेरी किया. सूरत बिगड़ी थी, मेरी सूरत बिगड़ी थी, मेरा दिल था खाली, तूने सींचा लहू से ताकि आए हरियाली. मेरी मेरी सूरत बिगड़ी थी, मेरा दिल था खाली, तूने सींचा लहू से ताकि आए हरियाली. क्यों ना बोलूं फिर मैं ताली के साथ. तेरी जय जयकार, क्यों ना बोलूं फिर मैं तेरी जय जयकार, क्यों ना बोलूं फिर मैं तेरी जय जयकार. अपने अपने जगहों पर खड़े रहे. जय जयकार, जय जयकार,
मुझ पे जान, तेरा प्यार है महान, तेरा प्यार। मैं जो पहले मुर्दा था, जय जयकार, जय जयकार। ओ तूने मेरे लिए, ओ जय जयकार, Rabala rabauda barikadala, andala rikadala, rikala bauda barikadala, andala rikadala. मेरी सूरत बिगड़ी थी, मेरा दिल था खाली, तूने सींचा लहू से ताकि आए हरियाली। ओ मेरी सूरत बिगड़ी थी, मेरा दिल था खाली, तूने सींचा लहू से ताकि आए। क्यों ना बोल फिर मैं तेरी जय जयकार। बोलो फिर मैं तेरी जय जयकार। ओ मेरे लिए क्या कुछ ना किया, ओ जय जयकार, जय जयकार। तूने मेरे लिए सब कुछ है, अभी आभारी रे, आभारी मानता यीशु ला। अभी आभारी रे, ओ खायाला पियाला यीशु ने दिला, ओ राहला ज़ाता यीशु ने दिला। अरे अरे खायाला पियाला यीशु ने दिला, भरपूर भरपूर दिला। ओ राहला ज़ाता यीशु ने दिला। अभी आभारी रे, आभारी ओ अभी आभारी रे, आभारी मानो। ओ अभी आभारी मानो यीशु ला, अभी आभारी मानो यीशु ला। ओ अभी आभारी रे, आभारी मानो। ए ए ए ए ए ए ए ए ए। Uniaci mafi, uniaci mafi, uniaci mafi, Yeshu ne di, nava jivan, Yeshu ne dile. So se, o uniaci mafi, Yeshu ne dile. Nava jivan, Yeshu ne dile. Abhi aapari re, Yeshu la. Oh abhi aapari re, oh aapari manto Yeshu la. Oh aapari, 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 aapari. Hey, aapari, 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 aapari. Oh aapari, 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 aapari. Oh aapari, 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 aapari. Oh धन्यवाद यीशु ला, धन्यवाद यीशु ला, धन्यवाद यीशु ला। Oh धन्यवाद यीशु ला। Oh hallelujah, राजा सा राजा ला। धन्यवाद। Oh hallelujah, राजा सा राजा ला, प्रभु सा प्रभु ला। महिमा हो राजा ला, महिमा हो राजा ला, महिमा हो राजा ला।
എത്ര ഓസം ഗോഡ്. हमारा परमेश्वर कितना अद्भुत परमेश्वर है. അവനെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കണം. जब हम उसको याद करते हैं, जो खुशी हमारे दिल में आनी चाहिए वो भी कितनी अद्भुत होनी चाहिए. हालेलुया. മനസ്സിലായോ ഞാൻ പറഞ്ഞു? അപ്പം പിന്നെ ഇത്രയൊന്നും ആടിയാലും ഡാൻസ് ചെയ്താലും പറ്റത്തില്ല. तो इतना सब नाचे गाए फिर भी कम है. हालेलुया. ആമേൻ. കർത്താവ് അതിനാ നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്നത്. इसीलिए परमेश्वर ने हमें इकट्ठा किया है. കർത്താവിൻ്റെ അടുക്കൽ ദാവീദ് ചെയ്തതുപോലെ നമ്മളെ തന്നെ അനാവൃതമാക്കുന്ന രീതിയിൽ ആരാധിക്കാൻ. जैसे दाऊद ने परमेश्वर की उपस्थिति में पगलों समान आराधना की, परमेश्वर हमसे वही चाहता है. ഇല്ലെങ്കിൽ നമ്മൾ കടന്നെടുത്ത് നിന്നടത്തൊക്കെ നിന്നാ മതി. तो फिर हम जहाँ हैं वही रुके काफी है क्या? നമ്മളിവിടെ ഒരുമിച്ച് കൂടും. हम यहाँ इकट्ठा इसलिए हुए हैं, ഒരു വീടാക്കി, हमें एक घर इसलिए बनाया है, ഒരു ശരീരമാക്കി, हमें एक शरीर इसलिए बनाया है ഭ്രാന്തനെ പോലെ കർത്താവിനെ ആരാധിക്കാം. ताकि हम पागलों समान उसकी आराधना कर सकें. 2025 ട്രെയിനിങ് പീരീഡ് അല്ല, ഞാൻ ഭരണം നടത്തുന്ന വർഷ. 2025 ट्रेनिंग का समय नहीं, हमें राज करने का समय है. ആമേൻ. നന്മ तेरी आशीष ഒരു ചതിയുടെ സ്റ്റൈലിൽ, ഒരു ചതിയുടെ സ്റ്റൈലിൽ നിന്റെ നന്മ മറ്റൊരുവൻ പിടിച്ചു വച്ചേക്കാം. एक धोखे से तेरे आशीष को किसी और ने अपने हाथों के अंदर दबा के रखा हुआ है. അത് ദൈവം തിരിച്ചു തരാമോ? वो परमेश्वर तुझे लौटा कर दे रहा है. 2025 2025 അത് में നിന്റെ കൈ തിരിച്ചു വരും. वो तेरे हाथ में परमेश्वर पहुंचाएगा. നിന്റെ നന്മ നിന്റെ കൈ വരും. तेरी आशीष तेरे पास आएगी, നിന്റെ കൈ തന്നെ വരും. तेरे पास ही അത് നീ आएगी. തിന്നണ്ടതാ, वो तुझे खाना है, അത് നീ അനുഭവിക്കേണ്ടതാ. वो तुझे ही अनुभव അത് करना है. വിളിച്ചു തരും. वो बुला कर देगा. आमेन. നീ ധൈര്യത്തോടെ എഴുതുകൊണ്ട് പറ, तू धैर्य से बोल, ഞാൻ ദൈവരാജ്യം കെട്ടുപണി ചെയ്യും 2025. 2025 में मैं परमेश्वर के राज्य का बांध काम करूंगा. ആമേൻ. ആ നന്മ അതിനാ ദൈവം തിരിച്ചു തരുന്നത്. वो आशीष परमेश्वर तुझे उसी लिए लौटा रहा है. ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നീ പാർക്കണ്ടിടത്ത് നീ പാർക്കും. तुझे जो घर रखा हुआ है तो वही रहेगा. നീ അതിന്റെ ചുറ്റും നടക്കുമല്ല, നീ അതിനകത്ത് പാർക്കും. वो घर के इर्द गिर्द चलेगा नहीं तो उसके अंदर रहेगा. അത് മറ്റൊരാളെ പിടിച്ചു വെച്ചേക്കല്ല, അത് നിനക്ക് കിട്ടും. कोई और उसको लेकर नहीं जाएगा, वो तेरे पास ही आएगा. ആമേൻ. ആമേൻ. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? कितने लोग इस वाणी को समझ रहे हैं? ഒരു കാര്യം ഓർക്കണം, एक बात याद रखना, നമ്മുടെ വിശ്വാസത്തെ തള്ളി പറയല്ലേ. कभी भी अपने विश्वास को त्यागना नहीं. നമ്മൾ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? हम किस पर विश्वास रखते हैं, അവനിൽ ഉറക്കണം. उस पर स्थिर रहे. ഈ ലോകം തിരിഞ്ഞു മറിഞ്ഞാലും दुनिया उलट पुलट क्यों ना हो जाए, എൻ്റെ യേശു മാറത്തില്ല. मेरा यीशु मसीह नहीं बदलेगा. ലോകം പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും നടക്കത്തില്ല. जब दुनिया बोलती है तब कुछ होता नहीं, പക്ഷെ എൻ്റെ അപ്പച്ചൻ പ്രവർത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. पर एक ऐसा समय है जब मेरा परमेश्वर कार्य करता है, അന്ന് പ്രവൃത്തി ആർക്കും പിന്നെ ചിന്തിക്കാൻ പറ്റത്തില്ല. और वो जो कार्य करता है तो कोई उसके बारे में सोच नहीं सकता. ആമേ. ആമേ. ഈ ഞാൻ കർത്താവിനോട് ആ തീക്കുണ്ടത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, जब मैं उस अग्नि के बारे में परमेश्वर से पूछ रहा था तो परमेश्वर ने मुझसे इस प्रकार कहा, മോനെ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനോടും അബേദ്നെഗോവിനും ഈ നെബൂഖദ്നേസർ രാജാവിനും തീയുടെ കാര്യം കുറച്ച് ദിവസം മുമ്പേ അറിയത്തുള്ളൂ. ये जो नेबूकदनेस्सर है या शद्रक मेशक अबेदनगो है, इन लोगों को आग की जो जानकारी है वो पिछले दिनों में ही पता चली. ആമേൻ. കാരണം അവർ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു ഗ്രൂപ്പിന്, അവരെ ഇഷ്ടപ്പെടാത്ത ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടായ ആശയമാണ് അവർക്കെതിരെ തിരിയുക.
वो लोग प्रार्थना करने वाले लोग थे, इसलिए वहां पे एक झुंड था जिनको उनसे नफरत हो गई, तो उन्होंने योजना की कि हम इनके विरुद्ध आ जाए. മനസ്സിലാകുന്നുണ്ടല്ലോ? അവർക്ക് ഇവരോട് ഇഷ്ടം ഇല്ലാത്തതുകൊണ്ട് തുടങ്ങിയ ഒരു റൈവലറി एक ऐसी दुश्मनी जो शुरू हुई क्योंकि वो लोग इनको पसंद नहीं करते हैं. ചുരുങ്ങിയ ദിവസമേ ആയിട്ടുള്ളൂ. कुछ छोटा ही समय हुआ था उस दुश्मनी അത് को. രാജാവിന്റെ അടുക്കൽ എത്തിക്കണമെന്ന് അവർക്ക് തോന്നി. फिर उन्होंने बोला हम इसको राजा तक पहुंचाएंगे. അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അനുകൂലമായ ഒരു സ്റ്റെപ്പ് വരുന്ന കണ്ടപ്പോൾ തീയുടെ കാര്യം പിന്നീടാ തീരുമാനിക്കുന്നത്. जब वो राजा के पास आए तो राजा भी उनकी बात मानी, फिर उसके बाद इस आग के बारे में फैसला लिया. അവർ നോർമലാണത്, ബട്ട് ഇവരെ ഇടണമെന്നുള്ളത് അന്നേരം തീരുമാനിച്ചായിരുന്നു. वो आग में डालने वाला जो दंड है वो साधारण रीति में होता है, पर उनको डालना है वो तभी फैसला किया പക്ഷെ गया. 7 മടങ്ങ് ആക്കുന്ന പരിപാടി അവിടെ ഇല്ല. पर अग्नि को 7 गुना बढ़ाना ये वहां पर करते नहीं वो लोग. അത് ഇപ്പൊ തൊട്ടു മുമ്പ് പ്ലാൻ ചെയ്ത ये बस अभी कुछ क्षण के पहले की हुई योजना थी. കർത്താവിനോട് പറയുക, परमेश्वर मुझसे बोल रहा അത് था അപ്പോഴാണ് അവിടെ നടന്നത്. वो तभी वहां हुआ होगा, പക്ഷെ എനിക്കിത് മുന്നമേ തുടങ്ങിയിടാ. पर मैं तो ये पहले से जानता था. ഞാൻ ചോദിച്ചു എങ്ങനെ? कैसा? ഇവന്റെ നാട്ടിൽ നിന്ന് ഇവരെ പിടിച്ചോണ്ട പോകാൻ ഞാനല്ലേ അനുവദിച്ചേ? मैंने ही इनको बोला कि मैंने ही अनुमति दी कि इन बच्चों को अपने जगह से दास बनाकर यहाँ लेकर आए. ഞാൻ ഇവിടെ ഇവരെ ജനിപ്പിച്ചെങ്കിലും ഇവരുടെ ശുശ്രൂഷ അവിടെ. मैंने इनको जन्म दिया है जिस गांव में, लेकिन सेवकाई इनकी बाबिलोन में ही है. ആമേൻ. അത് രാജാവിന്റെ കൊട്ടാരത്തിലാ. और सेवकाई राजा के महल में അപ്പൊ है. ശുശ്രൂഷ തുടങ്ങേണ്ടത് രാജാവിന്റെ മുമ്പിലാ. तो सेवकाई शुरू भी राजा के सामने ही होनी चाहिए. അവിടെ എത്തുന്ന വഴി ഞാനാടാ പ്ലാൻ ചെയ്തത്. तो राजा के महल तक कैसे पहुंचाना है वो मार्ग मैंने बनाया है. ആമേൻ. നിന്റെ ആയുസിന്റെ ഒരു സെക്കൻഡ് പോലും ഉലകത്തിൽ ആർക്കും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല, അത് കർത്താവ് പ്ലാൻ ചെയ്യുന്നു. तेरे जिंदगी की कोई भी क्षण दुनिया में कोई भी प्लान नहीं कर सकता, वो परमेश्वर के हाथों में है. നിന്റെ ജോലി പോകുന്ന ദിവസവും അവനാ പ്ലാൻ ചെയ്യുന്നത്. तेरी नौकरी जिस दिन गई वो भी दिन उसी के हाथ में. നീ രോഗിയാകുന്ന ദിവസവും അവനാ പ്ലാൻ जिस ചെയ്യുന്നത്. दिन बीमार हुआ वो दिन भी उसके हाथ നീ में. മരിക്കുന്ന ദിവസവും അവനാ പ്ലാൻ तेरे ചെയ്യുന്നത്. मृत्यु का दिन भी उसके हाथ में. ആമേൻ. ആമേൻ. ഞാൻ ഈ പറഞ്ഞ പടി കിട്ടിയോ? യെസ്. അവൻ പ്ലാൻ ചെയ്യാത്തൊന്നുമില്ല. ऐसा कोई चीज नहीं जो उसकी आज्ञा के बगैर नहीं. ഞാൻ ചോദിക്കട്ടെ, യോസേപ്പിന് ദൈവം സ്വപ്നം കൊടുത്തു. यूसुफ को परमेश्वर ने सपना दिया. എന്താ സ്വപ്നം കൊടുത്തു? क्या था सपना? ഇവനെ വണങ്ങും. इसको झुकेगा. യാക്കോബിന്റെ മോനായിട്ട് നിന്ന് ആരെങ്കിലും വണങ്ങും? याकूब का बेटा बनकर खड़े रहे तो कौन झुकेगा इसके सामने? വണങ്ങോ? ഇല്ല. അപ്പൊ ഇവൻ യാക്കോബിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരണം. तो याकूब के घर के बाहर निकलना तो जरूरी है, പക്ഷെ എവിടെങ്കിലും വന്നാ ഒക്കത്തില്ല. पर कहीं भी जाए तो नहीं, വണങ്ങുന്നത് രാജാക്കന്മാരെയാ. क्योंकि झुकते लोग राजा के सामने ही है. അങ്ങനെ ആകുമ്പോ ഇവൻ കൊട്ടാരത്തിൽ കയറണം. ऐसा है तो इसको महल तक पहुंचना है. ആമേ. അപ്പം യാക്കോബിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരണം. पहले याकूब के घर से निकलना है, അവിടുന്ന് കൊട്ടാരത്തിൽ എത്തിക്കണം. वहां से राजमहल तक എങ്കിലേ पहुंचना ഈ है, സ്വപ്നം നിറവേറും. तो ही ये सपना पूरा होगा. അപ്പൊ ഈ സ്വപ്നം കൊടുക്കുന്നതിന് മുമ്പ് റൂട്ടെല്ലാം ദൈവം പ്ലാൻ ചെയ്തു. सपना देने से पहले रास्तों का निर्माण किया परमेश्वर ने. കിണർ പ്ലാൻ ചെയ്തു. कुएं को निर्माण किया. ആമേ. പൊത്തിഫറിന്റെ വീട് പ്ലാൻ ചെയ്തു. पोतीफर का घर बनाया. ഒരു നല്ല സുന്ദരിയായ ഒരു ഭാര്യയെ പ്ലാൻ ചെയ്തു. पोतीफर को एक सुंदर बीवी भी दे दी. എന്നിട്ട് കാരാഗ്രഹം പ്ലാൻ ചെയ്തു. एक बंदी गृह बना दिया. കാരാഗ്രഹവും പൊട്ടക്കിണറും പ്ലാൻ ചെയ്തവൻ എങ്ങനെയാ കൊട്ടാരത്തിൽ കയറുന്നത്? अरे महल में पहुंचाने के लिए कुआं और जेल कौन बनाता है? അതാണ് കർത്താവിന്റെ റൂട്ടിന്റെ പ്രത്യേകത. यही परमेश्वर के रास्ते की खासियत होती ആ है. റൂട്ട് കർത്താവിന് മാത്രമേ പ്ലാൻ ചെയ്യാൻ वो പറ്റൂ. रास्ता केवल परमेश्वर ही बना सकता है. നമുക്ക് പറ്റിയതെന്താ? हमारे को क्या हुआ है? നമ്മളെ റെക്കമെൻഡ് ചെയ്ത് നമുക്ക് രാജാവാണ്. हम लोगों के पास जा जाकर हमको राजा बनना പക്ഷെ है, കർത്താവിന്റെ റൂട്ട് എങ്ങനെ? पर परमेश्वर का रास्ता वैसा नहीं. പഠിച്ച് രാജാവാണ്. तू सीख कर राजा बनना. ആമേ. ഈ 11 മാസം നിന്നെ പഠിപ്പിക്കുകയായിരുന്നു. तुझे 11 महीने वो सिखा रहा था. ഒരു രോഗം നിന്റെ പഠന മേഖലയായിരുന്നു.
तेरी बीमारी तेरा सीखने का स्थल था। നിനക്കുണ്ടായി ഞെരുക്കം നിന്റെ പഠന वो മേഖലയായിരുന്നു. तुझे कमी घटी जो आई वो तेरा सीखने का स्तर നീ था। പ്ലാൻ ചെയ്തതെല്ലാം പൊളിഞ്ഞതും ദൈവത്തിന്റെ ഒരു പഠന മേഖലയായിരുന്നു. तेरे सारे प्लानिंग समाप्त वहां टूट गई, वो भी परमेश्वर का तेरा सिखाने का तरीका था। ഇടയ്ക്ക് നിന്നെ ഇറിറ്റേറ്റ് ആക്കിയതും ദൈവത്തിന്റെ പഠന കളരിയായിരുന്നു. बीच में तुझे निराशा हुआ, वो भी उसके सिखाने का तरीका था। നീ വേവർ ചെയ്തതും വിശ്വാസത്തിൽ വേവർ ചെയ്തതും ഒരു പഠന तू കളരിയായിരുന്നു. विश्वास में डगमगाया, ओ! वो भी उसके सिखाने का तरीका था। അഡരബഹസ, അഡരദഹസ. ആമേൻ, ആമേൻ. ആരും സഞ്ചരിക്കാത്തൊരു വഴി, ऐसा रास्ता जो कोई चल नहीं सकता। ലോകത്തിന്റെ രാജാക്കന്മാർ സഞ്ചരിക്കുന്ന വേറെ വഴി. दुनिया के जो राजा है वो दूसरे रास्तों से चलते हैं। ആമേൻ. आमेन। അവര് ശത്രുവിന് മുമ്പിൽ തകരും. वो लोग शत्रु के सामने പക്ഷേ डगमगाते हैं, ദൈവത്തിന്റെ രാജാക്കന്മാർ पर परमेश्वर का जो राजा അവര് होता है സഞ്ചരിക്കുന്ന ഡിഫറെന്റ് വഴിയാ. उनके रास्ते ही अलग होते हैं, അവര് യുണീക്കാ സഞ്ചരിക്കുന്നത്. उनके रास्ते खास होते हैं। അവർ ആരുടെ മുമ്പിൽ വീഴത്തില്ല. वो किसी के सामने नहीं അവർ गिरते, ഭരിച്ച് അവസാനിപ്പിക്കും. वो राज कर कर ही अंत लेते हैं। ആമേൻ. ശൗലേ, തെരഞ്ഞെടുത്ത് അങ്ങ് രാജാവായില്ലേ നീ? शौल तुझे चुनकर तुझे राजा बना दिया। യുദ്ധം നിനക്ക് രാജാവായതിനു ശേഷം. युद्ध तेरे जिंदगी में राजा बनने के बाद हुआ, പക്ഷെ ദാവീദിന് യുദ്ധം കഴിഞ്ഞ രാജാവ്. पर दाऊद को ऐसा नहीं, वो युद्ध के बाद राजा बना। മനസ്സിലായോ? നീ പറ, എനിക്ക് രാജാവായിട്ടല്ല യുദ്ധം, आप बोलिए अपने आप को, राजा बनने के बाद नहीं है मेरा युद्ध, എനിക്ക് യുദ്ധം കഴിഞ്ഞിട്ടാ ഞാൻ രാജാവാകാൻ. मैं युद्ध कर कर सीख कर राजा बनूंगा। പക്ഷെ എന്റെ രാജാവിന്റെ പ്രഖ്യാപനം അതിന് മുമ്പാ. पर घोषणा तो पहले ही हो जाती है कि मैं राजा हूँ। സ്വർഗത്തിലെ പ്രഖ്യാപനം മുന്നേ स्वर्ग पहले घोषणा करती है എന്നെ അവൻ രാജാവായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിനകത്ത് കയറ്റിയേ. और वो राजा करके घोषणा कर कर मुझे उस युद्ध में छोड़ता है। ഞാൻ ഇവിടെ യുദ്ധം ചെയ്തിട്ട് അത് തെളിയിക്കും. मैं युद्ध करूंगा और साबित करूंगा। ആമേൻ. പിടികിട്ടുന്നുണ്ടോ? ओ, ശദ്രക്ക് മേശ അഭേന്ദ്രവും കർത്താവ് പറയുന്നത് ഇങ്ങനെയാ. शद्रक मेशक अबेदनगो अभी के बारे में परमेश्वर ऐसे ही कहता है ചുമ്മാ അടിമയായതല്ലടാ. कि वो लोग ऐसे ही दास नहीं बने। അതുകൊണ്ടാ ശ്രദ്ധിച്ചേ, പച്ചവെള്ളവും പച്ചക്കറിയും തിന്നപ്പോഴും അവര് സൗന്ദര്യമുള്ളവരായി. देखिए दानियल शद्रक मेशक अबेदनगो उन्होंने वो सब्जी खाकर वहां सबसे सुंदर और ताकतवर बन गए, ഇറച്ചി വെട്ടി അടിച്ചവൻ സൗന്ദര്യമില്ല. और जो वहां पे जो मांस खा रहा था वो सुंदर नहीं बना। രാജാവിന്റെ വീഞ്ഞ് എന്തോ സൂപ്പർ സാധനം, അത് കുടിച്ചവന് സൗന്ദര്യമില്ല. जो राजा का दाखरस वहां पी रहा था वो वैसे सामर्थ्य नहीं बना। പക്ഷെ പച്ചവെള്ളവും പച്ചക്കറിയും സ്തോത്രം പറഞ്ഞ് അടിച്ചവൻ ഓ पर ഭയങ്കര സൗന്ദര്യം. सब्जियों को खाकर स्तुति कर कर खाकर वाले 4 बालक वहां पे सुंदर और सामर्थ्य बन गए। ആമേൻ. അപ്പൊ നമ്മുടെ ഞെരുക്കം ദൈവത്തിന്റെ പ്ലാൻ അല്ലേ? तो हमारी कमी घटी उसकी योजना नहीं है क्या? എന്തിനാന്നറിയോ? നീ ഗ്ലോറി ഉള്ളവനാകാൻ. ताकि तू महिमा वाला बने। ആ ആ ചിലരുടെ ഞെരുക്കം അവരെ ഗ്ലോറിയസ് പേഴ്സൺ ആക്കാൻ പോവാ. कुछ लोगों की कमी घटी की अवस्थाओं ने वो उनको महिमा वाले इंसान बनाने वाले हैं। आमीन। ആമേൻ, ആമേൻ. ഇതൊരു പ്രവചനം ഏറ്റെട്. एक नबुवत है, आप स्वीकार कर लो। 2024 നീ അനുഭവിച്ച ഞെരുക്കങ്ങൾ 2000 2025 നിന്റെ ഗ്ലോറിയസ് ആകാൻ പോവാ. 2024 में तूने अनुभव किए कमी घटी, तुझे 2025 में महिमावान बनाने वाली है। ആമേൻ. നിന്നെ കാണുന്നവ പറയും നിനക്കെന്തോ വ്യത്യസ്തതയുണ്ട്. तुझे देखने वाले बोलेंगे कुछ तो अलग है तुझ നിന്റെ में। മുഖം അത് തെളിയിക്കും. तेरा चेहरा वो साबित कर നിന്റെ देगा, വാക്ക് അത് തെളിയിക്കും. तेरी जुबान वो साबित നിന്റെ कर देगी, ആക്ഷനുകൾ അത് തെളിയിക്കും. तेरे एक्शंस वो साबित कर देंगे। ആമേൻ, ആമേൻ. ഓ, ഓ. എടാ, ഇവരെ മനുഷ്യർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. देखिए मनुष्य इन चारों को नियंत्रण ही नहीं कर पा रहे। ഇവർക്ക് മേളിൽ വെച്ചിരുന്ന അധികാരിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. इनके ऊपर जो अधिकारी है वो इन पे नियंत्रण नहीं कर पा ഇത് रहे। പിടി കിട്ടിയോ? നിന്റെ അധികാരിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. तेरे अधिकारी तुझ पर नियंत्रण नहीं कर पा रहे।
അതുകൊണ്ട് അവർ ഇറിറ്റേറ്റ് ആകുന്നു. वो इरिटेट हो रहे हैं. നിന്റെ മേലിരിക്കുന്ന സ്പിരിറ്റിനെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. तेरे ऊपर जो आत्मा का प्रभाव है वो तेरे अधिकारी सहन नहीं कर पा रहे. അതുകൊണ്ട് എന്നും നീ അവരുടെ കീഴിലായിരിക്കത്തില്ല. इसलिए तू हमेशा उनके अधीन में नहीं रहेगा. നീ അടുത്ത ലെവലിൽ കയറാൻ പോവാ. तू अगले स्तर पर प्रवेश करे. അടുത്ത ലെവലിൽ നീ കയറാൻ പോവാ. तू अगले स्तर में प्रवेश करेगा. നിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാഞ്ഞ ഒരു കാലം. एक ऐसा समय जहाँ वो तेरे शब्दों को मूल्य ही नहीं देते. ഏറ്റവും ബെസ്റ്റ് ഐഡിയ നീ കൊടുത്തിട്ട് ആ ഐഡിയ വില നൽകാത്ത ഒരു കാലം. तू अच्छे आइडियाज को देता था पर वो लोग तुझे हमेशा नीचा ही 25 നീ എഴുതി വെക്കാൻ. पर 2025 के बारे में लिख कर रख നിന്റെ ले. ഐഡിയ സ്വീകരിക്കാൻ പോവാ. वो लोग तेरी योजनाओं को स्वीकार करेंगे. നിന്റെ പേരിൽ സ്വീകരിക്കാൻ वो പോവാ. तेरे नाम में स्वीकार करेंगे. അത് അപ്ലൈ ചെയ്യാൻ പോവാ. तू उसकी वहां पे कार्य को करेगा. പൊസിഷൻ നിനക്ക് തരാൻ പോവാ. इसीलिए वो पोजीशन तुझे दिया जाएगा. അസബാന അടരബഹസ. ഇന്ന് ഞാൻ അത് റിലീസ് ചെയ്യുന്നു. मैं आज उसको रिलीज करता हूँ. ഇപ്പോൾ അത് റിലീസ് ചെയ്യുന്നു. मैं आज उसको रिलीज करता हूँ. അടരബഹസന്തര അടകതന പ്രൗഢബ ബബ 2024 പുതിയൊരു പോസ്റ്റ് 2025 में एक नया पोजीशन. പുതിയൊരു പൊസിഷനിലേക്ക് നിന്നെ കമ്പനി തീരുമാനിക്കല്ല കർത്താവ് കൊണ്ടുവരിക. तुझे एक नए पोजीशन में तेरी कंपनी नहीं परमेश्वर लेकर आ रहा है. ആമേ. അവര് പ്ലാൻ ചെയ്ത പൊസിഷനിലാണ് നീ കയറാൻ പോകുന്നത്. उन्होंने जो सोचा वो पोजीशन नहीं, കർത്താവ് അതിന്റെ മേളിലോട്ട് കയറ്റുക. परमेश्वर उसके ऊपर तुझे ले जा रहा है. മുകളിലോട്ട്. उसके ऊपर. നിന്റെ പ്ലാനിലോട്ടല്ല, तेरे प्लान में നിന്റെ नहीं, ചിന്താഗതിക്കകത്തോട്ടല്ല, तेरे सोच में नहीं, അതിന്റെ മേളിലോട്ട്. उसके ऊपर. ക്ലെയിം ചെയ്തോ, ക്ലെയിം ചെയ്തോ. आप उसको ഇപ്പൊ അത് क्लेम റിലീസ് करें. ആകുക. वो रिलीज हो रहा ഇപ്പൊ അത് है. റിലീസ് वो ആകുക. रिलीज हो रहा है. നീ കയറുക അതിന്റെ മേളിൽ. तू उसके ऊपर आ रहा അതിന്റെ है. മേളിൽ കയറുക. तू उसके प्रवेश कर നിനക്ക് रहा അവിടെ है. ചിലത് ചെയ്യാനുണ്ട്. कुछ चीजें हैं जो तुझे तेरे काम काज के जगहों पे करनी है. ആ കമ്പനിക്കകത്ത് उस कंपनी के अंदर നിന്റെ ജോലി ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിൽ तू जिस जगह काम कर रहा है वहाँ ദൈവത്തിന്റെ കുറച്ച് ഇൻഫ്ലുവൻസുകൾ परमेश्वर के कुछ इन्फ्लुएंस, നിന്നെ കൊണ്ടിരിക്കാൻ പോവാ. परमेश्वर के कुछ प्रभाव तेरे द्वारा वहां पर आने वाले ആമേൻ. हैं. ആമേൻ. നിന്നെ അതിന് ഉപയോഗിക്കാൻ പോവാ. तुझे उसके लिए इस्तेमाल करने वाला है. ഹസാന്തരാദി അട രബ ഹസ അട രഗ ദല അടകദന പ്രൗഢബ ബബ. യെസ്, പിടിച്ചോണ. അസഗദന പ്രൗഢബ ബബ അട രഗദന കടകസി അതര ധ്യാന. ഇന്നലകളിൽ നിനക്കുണ്ടായ ചില അനുഭവങ്ങൾ നിമിത്തം നീ പിന്മാറി മാറി നിൽക്കുക പലതിനകത്തുനിന്നും. पिछले दिनों हुए अनुभवों के कारण तू बहुत सारी चीजों से अपने आप ही पीछे हट रहा है. ജോലി ചെയ്യുന്നു, പോരുന്നു. काम कर रहा है, वापस आ रहा है. അതിനല്ല നിന്നെ അവിടെ ആക്കി. पर तुझे उसलिए नहीं भेजा. നിന്റെ പേരിൽ ഒരു ഐഡന്റിറ്റി അവിടെ ഉണ്ടാകണം. तेरे नाम में वहाँ एक व्यक्तित्व होना चाहिए. ആമേൻ. നീ അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം. तुझे वहाँ पे एक नतीजा लेकर आना നീ है. ആ കമ്പനിയിൽ നിന്ന് പോരുമ്പോ जब तू उस कंपनी को छोड़ेगा നിന്റെ പേരവിടെ കിടക്കും. तेरा नाम वहाँ फिर भी गूंजेगा. അങ്ങനെ ഒരു ചിലത് ऐसी कुछ बातें 2025 തുറക്കാൻ പോവാ. 2025 में होने वाली है. 99% ആളുകളല്ല, 100% ആളുകൾ നിന്നെ നോക്കി പറയാൻ പോവാ, നീ കമ്പനിയിൽ നിന്ന് പോകാൻ പാടില്ല. 99% नहीं, 100% लोग तुझे देख के बोलेंगे कि ये कंपनी को मत छोड़. ഒഫീഷ്യൽസിനോട് പറയാൻ പോവാ, ആ വ്യക്തിയെ വിടാൻ പാടില്ല. ऑफिशियल से परमेश्वर बोलने वाला है, उसको तू छोड़ना नहीं. എത്ര ഓഫർ കൊടുത്താന്നേലും ഇവിടെ വേണം. उसको जितना भी ऑफर देना दे दो, पर कंपनी में ही रोक के എനിക്ക് रखो. കമ്പനിയിൽ എങ്ങനെ നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ആത്മാവ് പറഞ്ഞ് ഞാൻ मैं വിളിച്ചു जानता പറയാം. नहीं आपकी कंपनी में क्या എത്ര होता है, ഓഫർ पर കൊടുത്താന്നേലും मैं ഇവിടെ बोल रहा വെക്കണം. हूँ कितना भी ऑफर दे दो, लेकिन उसे यही കമ്പനിയുടെ रोकना. പ്രോസ്പെരിറ്റിക്ക് അവര് വേണം. कंपनी की आशीष के लिए इसका यहाँ होना അതിന്റെ जरूरी കാരണം है. എന്താ? उसका कारण ये है പ്രോസ്പെരിറ്റി നിന്റെ കയ്യിലാ. क्योंकि आशीष तेरे हाथ में है, ലാഭം നിന്റെ കയ്യിലാ. प्रॉफिट तेरे हाथ में है. ആമേൻ. സ്മൂത്ത് ഫങ്ഷനിങ് നിന്റെ കയ്യിലാ. सब चीजें आराम से होए उसके तेरा होना जरूरी है. അതിന്റെ സോഴ്സ് അഭിഷേക. उसका स्रोत तेरा अभिषेक है. അതാ കമ്പനിക്ക് വേണം. वो ये कंपनी चाहता ഇതുവരെ है. അവർക്ക് അത് പിടികിട്ടിയില്ല. उनको अभी तक समझ में പക്ഷെ नहीं കർത്താവ് आया, അത് തുറക്കാൻ പോവാ. पर परमेश्वर उसको खोल रहा है. ആമേൻ. ആമേൻ.
കർത്താവ് ഇപ്പൊ കയറ്റി തന്ന ദൂതുകളായി ഇതൊക്കെ. नहीं परमेश्वर, ये चीजें मुझे अभी जो भी मैं सुन रहा हूँ आपसे बांट रहा हूँ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയോട് പറയുക. शद्रक मेशक अबेदनगो से कहता है, ആമേൻ. മോനെ ഇടാ, നിങ്ങൾ ശത്രുരാജ്യത്തെ ആളുകളാണ്. देखो शद्रक मेशक अबेदनगो, देखो बच्चों, तुम इनके दुश्मन राज्य से आए हो. ആമേൻ. അവർക്ക് നിങ്ങളെ മാനിക്കേണ്ട ആവശ്യമില്ല. ये लोगों को कोई जरूरत नहीं कि तुम्हारा आदर करे. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ അവർക്ക് വിട്ടുകൊടുത്ത്? फिर मैंने क्यों तुम्हें उनको सौंपा? ആമേൻ. അവിടെ പോയി തീക്കകത്ത് വീണ് കരിയാനോ? क्या वहां आग में गिरकर भस्म होने के लिए? അവരടിമയാക്കി വെച്ചിട്ട് നിങ്ങളെ ഒതുക്കാനോ? तुम्हें दास बनाकर तुम्हारे ऊपर राज करने के लिए? എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ തന്നിട്ട് അവർക്ക് വേലയെടുപ്പിക്കാനോ? और तुमको एक कामकाज देकर वो खुश रहने के लिए? അതിനല്ല ഞാൻ അങ്ങോട്ട് വിട്ടത്. मैंने तुम्हें वहां उस लिए नहीं भेजा. എനിക്ക് അവിടെ എഴുന്നേക്കണം. मुझे वहां खड़े रहना है. ഞാൻ ദൈവമാണെന്ന് എനിക്ക് അവിടെ തെളിയിക്കണം. मुझे साबित करना है कि मैं जीवित परमेश्वर हूँ. അതിന്റെ വഴിയാ നിങ്ങൾ. उसका रास्ता है तुम लोग. ഹലോ आमेन. ഹലോ. रास्ता. യോഹന്നാൻ സ്നാപകന് ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു വഴി വേണം. അതാണ് നീ. यूहन्ना बपतिस्मा करने वाला यूहन्ना, मैं चाहता हूं कि दुनिया जाने कि मैं परमेश्वर का मेमना हूं, इसलिए मैंने तुझे चुना है. അല്ല, ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാൻ എനിക്കൊരു വഴി വേണം. ആ വഴിയാണ് യോഹന്നാൻ. मैं दुनिया को दिखाना चाहता हूं कि मैं परमेश्वर का मेमना हूं, वो उसके लिए एक मार्ग चाहिए. यूहन्ना, तू वही मार्ग है. ആമേൻ. ഞാൻ പറയുന്ന ദൂത് മനസ്സിലായോ? आमेन. ആമേൻ. ഇവിടെ അതാ പറയുന്നത്. यहाँ वही बोला जा रहा है. നെബൂഖദ്നേസർ പറയണം, नेबूकदनेस्सर ने ये बोलना चाहिए, ബാബേൽ പറയണം, बाबिलोन ने बोलना चाहिए യഹോവയാണ് യഥാർത്ഥ ദൈവം. कि यहोवा ही आधा सच्चा परमेश्वर है. അത് അവരെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ और अगर उनसे वो बुलाना है तो എനിക്ക് 4 വഴി വേണം. और तो मुझे 4 വഴി വേണം. 4 रास्ते चाहिए. അതിനൊന്ന് ദാനിയേൽ, ओ उसमें से एक दानिയേल है, 2 ശദ്രക്, एक शद्रक है, 3 മേശക്, एक मेशक है 4 അബേദ്നെഗോ. और एक अबेदनगो നീ है. അവരുടെ വഴിയാ. तू वो നീ रास्ता എന്റെ है, വഴിയാ. तू मेरे रास्ते है. എന്നെ കാണാനുള്ള അവരുടെ വഴിയാ നീ. मैं देखूं उनको, वो लोग मुझे देखे, उसके रास्ते हो तुम लोग. ആമേൻ. ആമേൻ. Daniel 3:28. ആമേൻ. आमेन. आमेन. പറഞ്ഞ് പിടികിട്ടുന്നുണ്ടോ? आमेन. നിങ്ങൾ എനിക്കും അവർക്കും ഇടയിലെ വഴിയാ. आप मेरे और उनके बीच के रास्ते हो. ആമേൻ. दानियल 3 अध्याय उसका 28 वाक्य. फिर नेबूकदनेस्सर ने कहा, शद्रक, मेशक और अबेदनगो के परमेश्वर की प्रस्तुति करो. उनके परमेश्वर ने अपने स्वर्गदूत को भेजकर अपने सेवकों की आग से रक्षा की है. इन तीनों पुरुषों की अपने परमेश्वर में आस्था थी. इन्होंने मेरे आदेश को मानने से मना कर दिया और दूसरे किसी देवता की सेवा या पूजा करने के बजाय उन्होंने मरना स्वीकार किया. नेक्स्ट. सो आज से मैं ये नियम बनाता हूं, किसी भी देश अथवा किसी भी भाषा को बोलने वाला कोई व्यक्ति यदि शद्रक, मेशक और अबेदनगो के परमेश्वर के विरुद्ध में कुछ कहेगा तो उसके टुकड़े टुकड़े कर दिए जाएंगे और उसके घर को उस समय तक तोड़ा फोड़ा जाएगा जब तक वह मलबे और राख का ढेर मात्र रह जाएगा. क्यों कोई भी दूसरा देवता अपने लोगों को इस तरह नहीं बचा सकता. ഇതവിടെ നടക്കണമെങ്കിൽ, लास्ट. ഇതവിടെ നടക്കണമെങ്കിൽ, और ये वहां होना है. ഇതവിടെ इसके- സംഭവിച്ച കാര്യമോ വായിച്ചു. इसके बाद राजा ने शद्रक, मेशक और अबेदनगो को बाबुल के प्रदेश में और अधिक महत्वपूर्ण पद प्रदान कर दिया. ഇതവിടെ നടന്ന കാര്യമോ? ये वहां हुआ. ഞാൻ പ്രസംഗിക്കുന്ന അവിടോട്ട് വരുന്നതേ ഉള്ളൂ. मैं वहां आ रहा हूं. ഇത് നടക്കണമെങ്കിൽ अगर ये होना है എനിക്കൊരു വഴി വേണം. मुझे एक रास्ता चाहिए.
അപ്പോൾ ദൈവം നിന്റെ വീട്ടിൽ എന്താ ചെയ്യാൻ പോകുന്നത് നിനക്കറിയത്തില്ല. तू जानता ही नहीं परमेश्वर तेरे घर में क्या करने वाला है, നിന്റെ ദേശത്ത് എന്താ ചെയ്യാൻ പോകുന്നത് നിനക്കറിയത്തില്ല. देश में क्या करने वाला है तू जानता नहीं. പ്ലാൻ ദൈവത്തിന്റെ കയ്യിലുണ്ട്. योजना परमेश्वर के हाथ में. പക്ഷെ ദൈവം പറഞ്ഞ എന്താ, परमेश्वर क्या നീ कह रहा है, ചെയ്യണമെന്നല്ല, तू कर ऐसा नहीं, എനിക്ക് ചെയ്യാൻ ഒരു മുझे- വഴി വേണം. मुझे करने के लिए एक रास्ता चाहिए. ആമേൻ. തീക്കകത്തോട്ട് പോകാൻ എനിക്ക് 3 പേരെ വേണം. मुझे आग के अंदर जाने के लिए 3 लोग चाहिए. സിംഹക്കുഴിയിലോട്ട് പോകാൻ എനിക്ക് ഒരാളെ വേണം. शेर की गुफा में जाने के लिए मुझे एक ഞാൻ ഈ व्यक्ति പറഞ്ഞ പിടി चाहिए. കിട്ടുന്നുണ്ടോ? കരിയാൻ പോകാൻ 3 പേരെ വേണം എന്നല്ല പറഞ്ഞ്. जलकर राख होने के लिए 3 लोग चाहिए ऐसा नहीं बोला. എന്റെ കൂടെ തീയിൽ നടക്കാൻ 3 പേരെ വേണം. मेरे साथ अग्नि के अंदर चलने के लिए मुझे 3 लोग चाहिए. ആമേൻ. ആമേൻ. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? അതുകൊണ്ടാണ് ഒരു രോമം പോലും കരിയാഞ്ഞ്. इसीलिए उनका एक बाल भी जला नहीं. ആമേൻ. പ്ലാൻ ചെയ്തവര് കരിഞ്ഞെന്നേ. ओ जिसने योजना की वो तो जल गए, ആമേൻ. അടുക്ക വരുന്നതിന് മുമ്പ് കരിഞ്ഞെന്നേ. पास आने से पहले ही जल गए, പക്ഷെ ഇവർ നടന്നിറങ്ങുക, पर वो लोग अंदर चल रहे हैं, തീക്കകത്തോട്ട് നടന്നിറങ്ങുക. अग्नि के अंदर से चलकर बाहर आ അവരുടെ रहे കെട്ട് हैं. നേരത്തെ അഴിഞ്ഞു. उनकी जो जिनको जिस चीज से बांधा था वो तो पहले से ही हट गया, അവര് ഓടിപ്പോയെന്നല്ല, लेकिन वो दौड़े नहीं, അവര് തീക്കകത്തോട്ട് നടന്നിറങ്ങി. वो आग के अंदर से ही चल के बाहर आए. എനിക്ക് ശത്രുക്ക് മേശക്ക് അഭ്യന്തരമേ शद्रक मेशक अबेदगो, തീന്ന് വിടുവിക്കപ്പെടുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? आपने बोला कि आग से छुड़ाएगा, പക്ഷെ അകത്തൊരുവൻ വിളിക്കുന്നു पर अंदर तुझे कोई बुला रहा है കൂടെ നടക്കാൻ. साथ चलने के लिए. ആമേൻ. ആമേൻ. കർത്താവ് നിന്നെ വിളിക്കുക. परमेश्वर बुला रहा है ആമേൻ. ചില തീകളിലൂടെ നടക്കാൻ. कुछ आग में चलने के लिए. ആ തീക്ക് ഇതുവരെ ഒരു ചരിത്രമുണ്ട്. वो आग का एक इतिहास है, അത് ഇന്ന് നീ തിരുത്താൻ പോവാ. उस आग के इतिहास को तू बदल ആ दे. രാജ്യത്ത് ആ തീക്ക് ഒരു ചരിത്രമുണ്ട്. उस राज्य में वो आग का एक इतिहास है, ആ സിംഹക്കുഴിക്ക് ഒരു ചരിത്രമുണ്ട്. वो सिंह के गुफे को एक इतिहास പക്ഷെ है, നീ അത് തിരുത്തുന്ന വഴിയാ. पर तू उसको बदलने का एक रास्ता है, അത് നീ മാറ്റി എഴുതുന്ന ഒരു വഴിയാ. तू उसको अलग कर कर लिखने का एक रास्ता है. 2025 മറക്കല്ലേ. 2025 भूलना നീയും नहीं. ദൈവവും കൂടെ ചിലത് മാറ്റി എഴുതാൻ പോവാ. तू और परमेश्वर कुछ चीजों को बदल रहा है, നീയും ദൈവവും കൂടെ ചേർന്ന് ചിലത് മാറ്റി എഴുതാൻ तू പോവാ. और परमेश्वर कुछ चीजों को बदल रहा ഇതുവരെ है. നടക്കാത്ത ചില മേഖലകളിൽ നീ ദൈവത്തിന്റെ കൈ പിടിച്ച് നടക്കാൻ പോവാ. कुछ स्तरों पे तू परमेश्वर के हाथ को पकड़ कर चलने वाला है. അടാരാബ ഹസാന്തര ജുബര ഹദല ഗടക സിയ അടക ധന പ്രൗഢ ബാ ബബ उड़ा ബബ मना रगा ദിഗ ദഗൽ दिलासिया, പ്രൗഢ ബാ ബബ उड़ा खमा रगा അടക दिया ധന ഗടക रबासिया, സിയാദന. क्षमा रगा दला रबासिया. കൈക്ക് പിടിച്ച് ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് परमेश्वर के हाथ को ഈ पकड़कर, ലോകത്തിന് നടക്കാൻ പറ്റാത്ത, जो दुनिया में नहीं चल पा रहा, നിനക്ക് മുമ്പുള്ളവർക്ക് നടക്കാൻ കഴിയാത്ത, तुझसे पहले लोग नहीं चल पाए, പാരമ്പര്യത്തിന് നടക്കാൻ കഴിയാത്ത, परंपरा नहीं चल पाई, ഓ ശത്രുവിന്റെ കോട്ടകൾക്ക് ചെയ്യാൻ കഴിയാത്ത शत्रु के राज्य जो नहीं कर पाए, ചില വഴികളിലൂടെ ऐसे कुछ रास्तों में ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് परमेश्वर के हाथ को നീ पकड़कर നടന്നു കയറാൻ പോവാ. तू चल कर आगे बढ़ने वाला അവിടെ है. ഒരു പുതിയ ചരിത്രം എഴുതും. एक नया इतिहास को അവിടെ लिखेगा, ഒരു പുതിയ വാക്കെഴുതും. वहाँ एक नए वाक्य को लिखेगा, ഓ രക്ഷ പുതിയൊരു മർമ്മം അവിടെ തുറക്കും. वहाँ एक नए रहस्य को लिखेगा. ആ മർമ്മം തുറക്കാനുള്ള വഴിയായി ദൈവം നിന്നെ वो കണ്ടിരിക്കുക. रहस्य को खोलने वाला रास्ता तू है. ആമേൻ. ईश्वर ഓ സാഖാതെ ईश्वर अध्या परा बहुडी ദൂത് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. मैं विश्वास करता हूँ कि आपको वाणी समझ में आई है. ഓരിയാന്തരേ. പൊട്ടക്കിണറിൽ ഇട്ടിട്ട് എഴുതി വെച്ചു അവനെ കൊന്നുകളയാ. कुएं में डालकर लिख दिया कि उसको मार डालना है. ആമേൻ. അപ്പം രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. कोई भी मार्ग नहीं कि वो बच पाए. പൊട്ടക്കിണർ വരെ കൊണ്ടുവന്ന ദൈവം കൂട്ടത്തിൽ ഒരുത്തൻ്റെ ബുദ്ധിക്ക് കയറി കുത്തി. वो जो झुंड उसको उस कुएं तक लेकर आया यूसुफ को, परमेश्वर ने उस झुंड में से एक व्यक्ति से बात किया. പൊട്ടക്കിണർ ഇട്ടപ്പം തീരുമാനിക്കാൻ ഒരുമിച്ചായിരുന്നു. कुएं में फेंकना है ये तो साथ में ही फैसला लिया था, പക്ഷേ ചില മിനിറ്റുകൾക്കകത്ത് പുള്ളിയുടെ ചിന്തയിൽ മാറ്റം. पर कुछ क्षण में एक उसमें से एक भाई की सोच में बदलावट. യഹൂദയുടെയാ. യഹൂദയുടെ यहूदा जूदा जो था,
उसके अंदर एक सोच, ഇവിടുന്ന് പൊക്കിട്ട് അവനെ വീട്ടിലോട്ട് വിടണം. ഇവിടുന്ന് യോസഫിനെ പൊക്കിട്ട് വീട്ടിലോട്ട് വിടണം. उसको यहाँ से उठाकर उसको घर पहुंचाना चाहिए, ദൈവം അതിനല്ലല്ലോ കുഴി കൊണ്ടുവന്ന്, इसीलिए उसको वहां तक पहुंचाया है, അല്ലല്ലോ. उसे वहां इसीलिए नहीं डाला है. അപ്പൊ അവന്റെ ചിന്തയ്ക്കകത്ത് കുഴിന്ന് പൊക്കാനുള്ള ചിന്തയെ കൊടുത്തുള്ളൂ. उसको केवल इतना ही सोच दिया कि उसे उस कुएं से बाहर निकालना है. ആമേൻ. ഞാൻ ചിലരോട് പ്രവചിക്കുക, मैं आपसे नबूवत कर रहा हूँ, നിന്നെ ഇതുവരെ അംഗീകരിക്കാത്ത കുടുംബത്തിൽ കിടക്കുന്ന ചിലതിന്റെ ബുദ്ധിക്കകത്ത് കർത്താവ് ഇടപെടാൻ പോവാ. तेरे परिवार में ऐसे जो है जो तुझे स्वीकार नहीं करते, ऐसे कुछ लोगों के बुद्धि से परमेश्वर बातें करने वाला അവരെ है. തിരിച്ചിട്ട് നിനക്ക് അനുകൂലമാക്കാൻ പോവാ. उनकी सोच को बदल कर वो तेरे साथ जुड़े, आमेन. ऐसी चीजें घटने वाली ആമേൻ. है. ആ ടെസ്റ്റ് മണി ഈ ചർച്ച വരും. वो गवाही इस कलीसिया में आने वाली है. ആമേൻ. 2025 വരും. 2025 में वो गवाही आने वाली है. ദൈവം ചില ബുദ്ധികളിൽ ഇടപെടാൻ പോവാ. एक कुछ बुद्धि के जगह पर परमेश्वर बातें करने वाली है. കുടുംബത്തിനകത്തല്ലാതെ ഓഫീസിൽ ദൈവം ഇടപെടാൻ പോവാ. ऐसी चीजें ऑफिस में भी घटेगी. ആമേൻ. ആമേൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് അനുകൂലമായിട്ട് സംസാരിക്കാത്ത വ്യക്തി ഇനി മുതൽ നിനക്ക് അനുകൂലം. तो अभी तक तेरे बारे में एक भी अच्छी बात नहीं की, ऐसे कुछ व्यक्ति अब तेरे बारे में बात करेंगे. ആ ദൂതിനെ കയറി പിടിച്ചാട്ടെ. उस वाणी को आप प्राप्त कर लें. അത് ഞാൻ റിലീസ് ചെയ്യുക. मैं आपके ऊपर उसको रिलीज अगर करता release हूँ. किएगा। मैं आपके ऊपर उसको रिलीज करता हूँ. ഇനി നിനക്കെതിരെ ഒരു വാക്ക് പറയത്തില്ല. तेरे विरुद्ध एक शब्द ना आने पाए, നിനക്കെതിരെ ഒരു ആക്ഷൻ എടുക്കത്തില്ല. तेरे विरुद्ध एक एक्शन न लेने ഒരു पाए, ചൂട് വെക്കത്തില്ല. एक कदम न रखे. ആമേൻ. കാരണം നിന്റെ ഡെസ്റ്റിനി വേറെയാ. क्योंकि तेरा जो डेस्टिनी है, तेरे जो लक्ष्य है वो अलग है. അത് അവർക്ക് അറിയത്തില്ലെന്നേ. वो नहीं जानते, അവര് മണ്ടരാണെന്ന്. वो मूर्ख है. പക്ഷെ നിന്നെ അവിടെ എത്തിച്ചവൻ മണ്ടനല്ല. पर तुझे वहां पहुंचाने वाला तेरा परमेश्वर मूर्ख नहीं. ആമേൻ. ആമേൻ. എൻ്റെ വാക്ക് നിർത്തുക. मैं अपने शब्दों को समाप्त करना चाहता हूँ. 2025 നീ ഒരു വഴിയാ. 2025 में तू एक मार्ग है, ദൈവത്തിന്റെ ടാർഗറ്റ് പൂർത്തീകരിക്കാനുള്ള ഒരു വഴി. ऐसा एक रास्ता जो परमेश्वर की योजनाओं को पूरा कर देगा. എൻ്റെ കർത്താവ് ആരാണെന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വഴി. एक ऐसा मार्ग जो साबित कर देगा कि मेरा परमेश्वर कौन है. എത്ര പേര് അത് ആഗ്രഹിക്കും? कितने लोग उसकी इच्छा रखते हैं. എൻ്റെ കർത്താവ് ആരാ? मेरा परमेश्वर कौन എൻ്റെ है. വീട്ടിലുള്ളവരെ കൊണ്ട്, मेरा परिवार जाने, എൻ്റെ ദേശത്തുള്ളവരെ കൊണ്ട്, मेरा देश जाने, എൻ്റെ ഓഫീസിലുള്ളവരെ मेरे ऑफिस वाले जाने, പറയിപ്പിക്കാൻ उनके द्वारा ये बोलने എൻ്റെ पाए. ദൈവം കരങ്ങളിലെടുത്ത ഒരു വഴിയാ ഞാൻ. मेरे परमेश्वर ने उसलिए मुझे चुना है मार्ग के तौर पर. ആമേൻ. ആമേൻ. യേശുവപ്പൻ പറഞ്ഞു ഞാൻ വഴിയാണ്. यीशु पाक बोलता है, यीशु मसीह ने कहा मैं मार्ग हूँ. വഴി ജനിപ്പിക്കുന്ന മക്കൾ വഴിയല്ലാതെ പിന്നെന്തോ ആണ്. जब एक मार्ग बच्चों को पैदा करता है तो बच्चे भी मार्ग ही बनते हैं. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ച, यीशु मसीह ने कहा मैं इस दुनिया की നിങ്ങൾ रोशनी हूँ. ലോകത്തിന്റെ വെളിച്ച. और फिर बोला कि तुम इस दुनिया അതേ की യേശു रोशनी हो. ഞാൻ വഴിയാ, उसी परमेश्वर ने बोला कि मैं रास्ता हूँ, നീയും വഴിയാ. तू भी मार्ग है. ആമേൻ. ആമേൻ. നമ്മളീ കാണുന്ന വഴിയല്ല, हम रास्ता जो बाहर देखते हैं वो मार्ग नहीं, അവിടെ ആക്സിഡന്റ് നടക്കും. वो मार्ग में एक्सीडेंट होता है. നിന്നിൽ ആക്സിഡന്റ് നടക്കും. तेरे अंदर कोई एक्सीडेंट नहीं. ആ വഴി ഇടയ്ക്ക് വെട്ടിപ്പൊളിക്കും. वो रास्ते में बांध काम चलता ही रहता പക്ഷെ है. നിന്നെ വെട്ടിപ്പൊളിക്കാൻ പറ്റത്തില്ല. तुझे ऐसे कोई बांध काम नहीं कर നീ सकता. പെർഫെക്റ്റ് റോഡാ. तू एक सिद्ध रास्ता है. ആമേൻ. കാരണം നമ്മുടെ അപ്പൻ വഴി പറഞ്ഞ എന്തെന്നറിയോ? ഈ വഴിയിലൂടെ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. यीशु मसीह के बारे में ऐसे कहता है कि ये मार्ग से जो अंदर जाता है बाहर जाता है वो उद्धार प्राप्त करेगा. അതിന്റെ പ്രൊഡക്റ്റാ നമ്മൾ. और हम उसी की प्रोडक्ट है. ഈ വഴി കൂടെ വന്നാൽ രക്ഷപ്പെടും. तो इस मार्ग से आएंगे तो उद्धार നീ प्राप्त ഇപ്പൊ करेंगे. പറ, ഞാൻ അനേകരുടെ രക്ഷയാ. तो आप बोलिए मैं अनेक लोगों के ഞാൻ उद्धार का വഴിയാണ്, कारण हूँ. ഞാൻ मैं വഴിയാണ്, मार्ग हूँ. ഞാൻ അനേകരുടെ രക്ഷയാ. मैं बहुत सारे लोगों के उद्धार का आमेन. कारण हूँ. ആമേൻ. ഞാൻ വഴിയാണ്, मैं रास्ता हूँ. ഞാൻ അനേകരുടെ രക്ഷയാണ്. मैं बहुत सारे लोगों के उद्धार का എന്നിലൂടെ कारण ഒരു हूँ. കൂട്ടം രക്ഷിക്കപ്പെട്ട് വർഷം ഈ സഭയ്ക്കകത്ത് കയറും. मेरे द्वारा एक झुंड उद्धार को प्राप्त कर कर कलीसिया में कदम रखेंगे. എന്നിലൂടെ ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് കയറും. मेरे साथ एक झुंड उद्धार प्राप्त कर कर कलीसिया में पैर रखेंगे. ആമേൻ. ഞാൻ വർഷം ഫ്രൂട്ട്ഫുള്ളാ. मैं साल फलवंत बनूंगा. ആമേൻ.
ഞാൻ അവരെ അനേകരെ ജനിപ്പിക്കും. मैं अनेक लोगों को जन्म അടരബ दूंगा, ഹസദര ജുബര ഹതരാദിയ അനേകരുടെ രക്ഷ എൻ്റെ കയ്യിലുണ്ട്. अनेक लोगों की उद्धार का मार्ग ആ വഴിയാ बनूंगा। ഞാൻ. मैं वो मार्ग बनूंगा। ആമേൻ. അതുകൊണ്ട് ഒത്തിരി പേര് ഈ സഭയിൽ കയറും. इसीलिए बहुत सारे लोग कलीसिया में प्रवेश അടരബ करेंगे। ഹസദര അടരബ ഹസദ. योशिया എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. अमानगस्य। प्रार्थना करने की शुरुआत करें। കർത്താവ് हास्य। വ്യക്തമായ ദൂത നമ്മളോട് പറഞ്ഞു. परमेश्वर बहुत व्यक्तिगत तौर पर बात किया है। സകതന त्याला बराबर, शिखाला അടകതന बराबर। പ്രൗഢഭാഗ അടരദിയാല കടകസിയ അടകതല പ്രൗഢഭാബ ശബരദില കടകസിയ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാണ്. अन्य भाषाओं में प्रार्थना करें। എഴുന്നേറ്റ് ഇതിലൂടെ നടന്ന് പ്രാർത്ഥിക്കുന്നവർ നടന്ന് പ്രാർത്ഥിച്ചാണ്. और जो चलकर इसके बीच चलकर जो खड़े होकर चलकर നിങ്ങൾ ആരെയും प्रार्थना कर നോക്കണ്ട. सकते हैं। നിങ്ങൾക്ക് किसी और पर ആത്മാവിൽ ध्यान मत दो। സ്വാതന്ത്ര്യമുണ്ട്. आप और आत्मा जुड़कर यहाँ कार्य आमेन। करें। ഇത് നിങ്ങൾ പിടിച്ചടക്കുന്ന പകല. ഇത് നിങ്ങൾ പിടിച്ചടക്കുന്ന പകല. ये वो सुबह है जहां पर आप कब्जा कर रहे हो। നിങ്ങൾ ഇത് അവകാശമാക്കാതെ ഇവിടുന്ന് പോകല്ലേ. इस बात को आप अधिकार से प्राप्त किए बिना यहाँ से नहीं जाना। ആമേൻ. തോട് പൊളിച്ചൊരു കോഴിക്കുഞ്ഞു പുറത്തു വരുന്നത് പോലെ और जैसे एक मुर्गी का बच्चा उस जो है ऊपर के कवरिंग को तोड़कर बाहर आता നീ है, ഇന്ന് പൊളിച്ചു പുറത്തു വരിക. आज आप उस छिलके को तोड़कर बाहर आ रहे ചില हो। മൂടുപടങ്ങൾ വലിച്ചു കീറി നീ പുറത്തു വരിക. कुछ पर्दों को फाड़ कर आप बाहर आ रहे हो। നിന്നെ ഒളിപ്പിച്ചു വെച്ച ചില പാറക്കെട്ടുകളെ പൊളിച്ചോണ്ട് നീ പുറത്തു വരിക. आपको छिपा कर रखे हुए उस चट्टान को तोड़कर आप बाहर आ रहे हो। അടരബ ഹസദര शाराबुलोस ദോ രബ ഹസതരെ रबलथन गडगद അടി ബല ഹതരാദിയ उदबलगडग शबलगडग അടകദല പ്രൗഢ वैडगदल गडगदल गडगसिया അടകദന കടകസിയ राबलगड हरदल അടോ गडगसिया രഗദല കടകസിയ शादल गडगदुन गडगसिया ജൂന മഹദന ഹസ राबदल गडगदन സദേ ലഗേ രഗദല പ്രൗഢ रूबल खडग ദോ രബ ഹസന്തരാദി खडग रगदा ജിഗ രഗ ദുന ഹടകസി खडग വൈദ ബന ഹദല കടകസി शमोर थे അർബൽ ഖൗഡ ബന ഹസന്തര राबलगडगदल അടേ ലഖോ ധുരി ആന്തര शेरगद ದಾರ हरबलगड ಹത്തുನಿ ಖಬರಾದಿ ಕಲ್ಲಮರ್ತನ ಗಡಗಸಿಯ ಸಗತ್ತುನಿ ಹಸಂದರ ಶೂಬ ರಬಲ್ ಕಡಾಸಿಯ ಧೀರ ಬಹದಾರ ಬಬಲ ಗಡಗಸಿಯ ಯಸ್ ಯಸ್ ಉಡಗದ ಲಗಡಗ ಶಬಲ ಗಡಗದನ ವೈಡಗ ಸಾಲಲ್ ಮರಗಡಗ ಸೇತಿಯ ಅರ್ಥಲ್ ಖಡಗ ಹಡಗಮನ ಉಡಗದ ಲಗಡಗ ಶಬಲ ಗಡಗದಿಯ ವೈಡೆ ಮನಗಡಗಸಿಯ ಹರ್ತಲ್ ಖಡಗಮನ ಮೇಲಗಡಗ ದುನಿಗಲಗಡಗ ಮೇವ ರಗಸ್ಮನೇದಿ ಅರ್ಥ ಶಮಾರ್ಥನ ಓ ಝೆಕಲೆ ಬೆರಿಯ ಹಲವರಗಡಗ ರಿಕಲಮನಗಡಗ ಹಡಗದಲಗಡಗ ಈಡಗದಲಗಡಗ ಶಾರಗಡಗದಲ ಅಡಗದಲಗಡಗ ಸುಮರ್ಥಲಗಡಗ ಈ ಝೆಕಲೆ ಬೆರಿಯಾದಲಗಡಗ ರಾಲಮನ ಹರ್ಥ ರಬಲ ಓ ಶಬರ ಬಬ ಸಕಲಮನ ಓ ಶಮನಗಡಗಸಿಯ Thank you, Jesus. Thank you, Jesus. അപ്പാ അങ്ങയുടെ ആട്ടിൻകൂട്ടം അങ്ങയുടെ പാദപീഠത്തിൽ വരും. पिता, आपके भेड़ आपके चरणों के करीब आते हैं। അങ്ങയുടെ പ്രൊജക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ അങ്ങയുടെ ഒരു വഴിയായി മാറാൻ ഞങ്ങളെ ഏൽപ്പിക്കും. प्रभु, आपकी योजनाओं को पूरा करने के लिए आपका मार्ग बनने के लिए हम तैयार हैं। ആമേൻ. അപ്പാ 2025 അങ്ങയുടെ കൈക്ക് പിടിച്ച് ചില പുതിയ വഴികൾ വെട്ടി തുറക്കാനിടയാകണം. प्रभु, 2025 में आपके हाथ को पकड़कर कुछ नए मार्गों को खोलने के लिए आप हमें मदद करना। അങ്ങയുടെ കരം പിടിച്ച് പുതിയ ചരിത്രങ്ങൾ ഞങ്ങൾക്ക് എഴുതണം. आपके हाथ को पकड़कर हम नए इतिहासों को लिखना चाहते हैं। ആമേൻ. थैंक यू കർത്താവ് ഞങ്ങളെ जीसस। ഉപയോഗിക്കും. पिता, आप हमें उपयोग करोगे। ഞങ്ങൾ സകലതും തിരുത്തി हम सभी बातों को मिटाकर नया ഓരോ लिखेंगे। ദിവസവും ചരിത്രത്തിന്റെ ദിവസങ്ങളാക്കും. हर दिन हमारे लिए ऐतिहासिक दिन होगा। ഞങ്ങളെ മുറ്റു സമർപ്പിക്കും. हम पूर्ण तरीके से समर्पित कर। കർത്താവ് അത് ചെയ്യും. पिता, आप हमारे लिए वो करोगे। ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചയക്കും. इन बच्चों को मैं आशीषित करके भेजता हूँ ഒരു വലിയ ദൈവപ്രവൃത്തിക്കായി ഈ മാസത്തേക്ക് അവരെ റിലീസ് ചെയ്യും. और परमेश्वर के महान कार्यों के लिए मैं इन महीने इनको रिलीज करता हूँ। പ്രാർത്ഥന കേട്ടതിൽ നാം प्रार्थना सुना, इसके लिए धन्यवाद। മഹത്വം അങ്ങേക്ക് महिमा आपको യേശുവിൻ നാമം. यीशु मसीह के नाम में मांगता हूँ। ആമേൻ.